ഹലോ, ഇന്ന് ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും കൊണ്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മുടെ ഒരു ഡോളിൻ്റെ ഒരു നെയിം സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സില്ലി ആയിട്ട് തോന്നും കേട്ടോ. ഡോളിനൊക്കെ പേരിട്ടിട്ട് എന്ത് കിട്ടാനാ, ഒരു രസം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡോളിന് ഒരു നെയിം കൊടുക്കുക, അവർക്കൊരു യൂണീക്ക് ഐഡൻറ്റിറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വേസ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാർ നെയിം എല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു കാര്യം വളരെ സില്ലി ആയിട്ടൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. അത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. ഈ ഒരു ഡോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഇത് നമ്മൾ ഫോം ക്ലേ വെച്ചിട്ട് ചെയ്ത ഒരു ഡോളായിരുന്നു. മേക്കിംഗ് വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഡോളിൻ്റെ നെയിം സജഷൻ ചോദിച്ച സമയത്ത് നമുക്കൊരു 18ഓളം പേരാണ് സജഷനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ട്രഡീഷണൽ നെയിംസ് ആണ്. സോ അതിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വിന്നർ ഈസ് മാളവിക. നെയിം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ ഫാത്തിമയാണ്. താങ്ക് യു ഇസ ഫാത്തിമ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡോളിക്കുട്ടിയെ മാളവിക എന്ന് വിളിക്കാം. പിന്നെ നമ്മുടെ നെയിം സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോളിന് പേരൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.